ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നമുക്ക് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ബീട്രൂട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ടിനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള അല്പം വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം വറ്റി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഒരല്പം തേങ്ങയിൽ ജീരകവും കടുകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. കടുക് ഒരുപാടങ്ങ് അരയേണ്ട. തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് മാത്രം ഇച്ചിരി കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ കടുക് സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങയും ജീരകവും മാത്രം അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് അതൊന്ന് ഇളക്കി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. അതിനൊപ്പം കടുക് ചതച്ചയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിനുള്ളിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് ഒരുപാട് ലൂസായിട്ട് വേണം. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈര് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഇനി അതിനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ള കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചിലർക്ക് മുഴുവനായിട്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് പച്ചടി ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയത്തിനൊന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു സദ്യ ആയിക്കോട്ടെ, അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ഒരു കറിയായിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. മിക്കവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കും ചിലപ്പോൾ ഇത്. ഇനി അറിയാൻ വയ്യാത്തവർ അല്ലെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.